ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ തന്നെ നമുക്ക് ഗസ്റ്റ് ഉണ്ട് കേട്ടോ. ഗസ്റ്റല്ല, നാട്ടിൽ നിന്ന് നമ്മുടെ പാരൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ വന്നപ്പോൾ അവർ കൈ നിറയെ സാധനങ്ങളൊക്കെ ആയിട്ടാണ് വന്നത്. അതായത് വട്ടയപ്പം, ബീഫ് വരട്ടിയത്, പിന്നെ കുറേ പലഹാരങ്ങൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങളായിട്ടാണ് അവർ വന്നത്. ഇപ്പോഴെല്ലാം അവരെപ്പോൾ വന്നാലും ഇതുപോലെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടാണ് വരുന്നത്. അപ്പം ഞാൻ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് അവർ കൊണ്ടുവന്ന വട്ടയപ്പം നമ്മുടെ ഒന്നുകൂടെ അപ്പച്ചമ്പിൽ ആവി കയറ്റിയെടുക്കുവാണ്. അപ്പോൾ ഇന്ന് എനിക്ക് ഓഫീസിൽ പോകേണ്ട ദിവസമായതുകൊണ്ട് തന്നെ അതിനുശേഷം വേഗം ഞാൻ ഓഫീസിൽ പോകാനായിട്ടുള്ള പരിപാടിയൊക്കെ നോക്കുമായിരുന്നേ. അപ്പോൾ പോകുന്നതിന് മുമ്പ് തന്നെ ഞാനൊരു അപ്പവും പിന്നെ ഒരു ഗ്ലാസ് ചായയൊക്കെ എടുത്ത് കുടിച്ച് സമാധാനത്തോടെ ഇറങ്ങാമെന്ന് വെച്ചു. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല ഏലക്കയുടെയും ശർക്കരയുടെയും ഒക്കെ ഫ്ലേവർ ഉണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പതുക്കെ ലിഫ്റ്റിൽ താഴേക്ക് ഇറങ്ങി. എന്നിട്ട് ഞാൻ ഓഫീസിലേക്ക് പോകാൻ നിൽക്കുകയാണേ. അതിപ്പോൾ ഇന്നലെ ഒരു വ്ലോഗിൽ പറഞ്ഞ പോലെ കുക്കിംഗ് ആണെങ്കിലും ക്ലീനിങ് ആണെങ്കിലും ഈവൻ ട്രാവൽ ചെയ്യുകയാണെങ്കിലും ബോറടിച്ചാൽ ഒരു പാട്ട് അതെനിക്ക് നിർബന്ധമാണ്. പിന്നെ പോകുന്ന വഴിക്ക് ഇങ്ങനെ ബോഗൺ വില്ലാസൊക്കെ പൂത്ത് നിൽപ്പുണ്ട് വഴിയരികിൽ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കാണുമ്പോൾ. പണ്ടൊക്കെ ഞാൻ ആ ചെടികളെയും പൂക്കളെയും ഒന്നും നോക്കാറില്ലായിരുന്നു. ഇപ്പം നമ്മൾ പോകുന്ന വഴിക്ക് ഈ ചെടിയൊക്കെ പൂത്ത് നിൽക്കുന്ന കാണുമ്പോൾ എന്തോ മനസ്സിനൊരു കുളിർമ പോലാണ്. അങ്ങനെ വർക്കിംഗ് അവേഴ്സൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങിയേ. പിന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലത്തേക്ക് പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് കുറച്ച് സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ കയറിയേ. കുറച്ചധികം സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നേ. അപ്പോൾ ആ കൂട്ടത്തിൽ ഞാൻ ഡ്രോയിങ് ബുക്സ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കളർ പെൻസില്, വാട്ടർ കളറ്, പിന്നെ മാങ്ങ, അങ്ങനെ കുറച്ചധികം കാര്യങ്ങളെടുത്തു. പിന്നെ ഞാൻ റോസ്മേരി ഓയിലൂടെ എടുക്കുന്നുണ്ട്. ഇത് ഞാൻ കുറേ സ്ഥലത്ത് അന്വേഷിച്ചു കേട്ടോ, കിട്ടിയില്ല. പിന്നെ ഇവിടെ നിന്നാണ് എനിക്കിത് കിട്ടിയത്. ഉച്ച കഴിഞ്ഞുകൊണ്ട് തന്നെ നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നേ. അപ്പം ഞാൻ പതുക്കെ ചോക്ലേറ്റ് അവിടെ ഇരുന്ന് കഴിക്കാനുള്ള പരിപാടിയിലായിരുന്നു. പക്ഷേ ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ചെറുതായിട്ടത് മെൽറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. നല്ല ചൂടും നല്ല വെയിലുമായിരുന്നു. അവസാനം ഒരു ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളൊരു ബേക്കറി കയറി. ഞാൻ കോൾഡ് കോഫിയാണ് കുടിക്കുന്നത്. പിന്നെ ചേട്ടൻ ലൈം ജ്യൂസാണ് ഓർഡർ ചെയ്തിരുന്നത്. ആളുടെ ലൈം ജ്യൂസ് വന്നപ്പോൾ ഞാനും അതിൽ നിന്ന് കുറച്ചെടുത്ത് കുടിച്ച്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പതുക്കെ ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്ക് ഒരു കോലമായിരുന്നു. കാരണം വെയിലും പൊടിയൊക്കെ അടിച്ച് വല്ലാണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് വർക്ക് കൂടെ തീർക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പതുക്കെ സിസ്റ്റമൊക്കെ ഓപ്പൺ ചെയ്ത് അതിൻ്റെ മുന്നിലേക്കിരുന്നു. അപ്പോൾ ഇടയ്ക്ക് ഞാൻ വെള്ളം കുടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പം കുഞ്ഞിൻ്റെ കൂടെ കുറച്ച് നേരം പോയിരുന്ന് കളിച്ചു, കുറച്ച് ഡ്രോയിങ്സ് ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് വൈകുന്നേരം അമ്പലത്തിൽ പോകാനേക്കുള്ള പരിപാടി നോക്കുവാണേ. അപ്പം ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിച്ചൊരു സിമ്പിളൊരു കുർത്തീസാണ് ഇടുന്നത്. അപ്പം ഞങ്ങൾ 2 വീലറിനാണ് അമ്പലത്തിലേക്ക് പോകുന്നത്. ഞങ്ങളുടെ ഫ്ലാറ്റിനടുത്തുള്ള ഒരു കൃഷ്ണൻ്റെ അമ്പലത്തിലേക്കാണ് പോകുന്നത്. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ നല്ല സമാധാനമായിട്ട് തൊഴാൻ പറ്റി. ഇടയ്ക്ക് ഇതുപോലെ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ മനസ്സിന് നല്ല സമാധാനമാണ്. അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ. പിന്നെ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.